ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം മുതൽ പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങൾ വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. പുറപ്പാട് പുസ്തകം ഒരു ജനതയുടെ ജീവിതത്തിലെ ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യരേഖയാണ്. കാലങ്ങൾ കഴിയുന്തോറും എബ്രായർ അഥവാ ഇസ്രായേല്യർ മിസ്രയീമിന് ഒരു ഭീഷണിയാകും എന്ന് പുതിയ ഫറവോൻ ചിന്തിക്കുന്നു. അങ്ങനെ ആ അടിമകളെ ഇല്ലായ്മ ചെയ്യുവാൻ ഭരണ നേതൃത്വം തീരുമാനിക്കുന്നു. ആരായിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ പറയപ്പെടുന്ന അടിമകൾ? ഇവർ എങ്ങനെ ഇവിടെ എത്തി? ഇസ്രായേൽ മക്കളാണ് ഇവിടുത്തെ അടിമകൾ. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ എന്ന്. ഈ 70 പേർ മന്ത്രിയായ യോസെഫിന്റെ സംരക്ഷണയിൽ മിസ്രയീമിൽ വളർന്നു പന്തലിച്ച് ഒരു പ്രബല സമൂഹമായി തീരുന്നു. ഈ സമൂഹത്തെയായിരുന്നു മിസ്രയീമ്യർ ഭയന്നിരുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി എന്ന്. അങ്ങനെ മിസ്രയീമിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനം അവിടെ അടിമത്വത്തിലായിത്തീരുന്നു. ഈ അടിമത്വത്തിൽ നിന്നുള്ള പ്രതിരോധമാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ വായന ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേല്യരുടെ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, സ്ത്രീകളിലൂടെ സാധ്യമായ പ്രതിരോധ സംവിധാനം. അടിമകളെ അമിതമായി ചൂഷണം ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നതും അവരുടെ ജനസംഖ്യാ നിരോധനത്തിലൂടെ ഇസ്രായേൽ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാമെന്നതും മിസ്രയീമ്യ സൈന്യം കരുതുമ്പോൾ ഈ നിയമത്തോടുള്ള പ്രതിരോധമായിരിക്കാം മുതിർന്ന മക്കളുള്ള മോശയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇനിയും തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നേരിട്ട് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ചില സ്ത്രീകളിലൂടെ ദൈവത്തിൻ്റെ വിടുതൽ പ്രക്രിയ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മോശയുടെ അമ്മ യോഖേബേദും മകൾ മിരിയാമും ഫറവോ രാജാവിൻ്റെ മകളും ആ രാജകുമാരിയുടെ ദാസിയും ഒക്കെ ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തികളായിട്ട് ഇവിടെ എത്തിയിരുന്നു. ഇവരുടെ പേരുകൾ പരാമർശിക്കുന്നില്ല എങ്കിലും സൂതികർമ്മിണികളായ ശിപ്രയും പൂവയും കൂടെ ദൈവത്തിൻ്റെ ആ വലിയ രക്ഷണ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ സ്ത്രീകൾ ഫറവോൻ എന്ന ഭയത്തെ ദൈവത്തോട് ചേർന്ന് അതിജീവിച്ചവരായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ സാന്നിധ്യത്തിലൂടെ ഇവിടെ വലിയൊരു പ്രതിരോധ സംവിധാനം ഒരുക്കി എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട്, പെട്ടകത്തിലൂടെ സാധ്യമായ പ്രതിരോധ സംവിധാനം. ഭവനത്തിൽ മോശക്കുഞ്ഞിനെ ഒളിപ്പിക്കുക എന്നത് അസാധ്യമായി വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മരണകളമായ നൈൽ നദിയിൽ തന്നെയാണ് ആ കുഞ്ഞിനെ വെക്കുന്നത്. ഇവിടുത്തെ വിരോധാഭാസം ആ കുഞ്ഞ് മരിക്കുവാനായിട്ടല്ല, അത് ജീവിക്കണമെന്ന കഠിനമായ ആഗ്രഹത്തോടെയാകുന്നു ആ കുഞ്ഞിനെ അവിടെ വെക്കുന്നത്. പെട്ടകം എന്നത് രക്ഷയുടെ അടയാളമാണ്. പെട്ടകത്തിൽ കുഞ്ഞിനെ ഇറക്കി വയ്ക്കുന്ന ഇടത്ത് തന്നെ രാജകുമാരി വരുന്നതും അവിടുത്തെ തുടർന്നുള്ള രംഗങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യമായിരുന്നു. കുഞ്ഞുങ്ങളെ വെള്ളത്തിലൂടെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന മരണ ഇടത്തെ ദൈവം ജീവന്റെ നീരുറവയായി പരിപോഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പെരുവെള്ളത്തിൽ നിന്നും മോശയെ വലിച്ചെടുത്തത് തുടർന്ന് വർഷങ്ങൾക്കിപ്പുറം മോശയിലൂടെ ഒരു ജനതയെ തന്നെ പെരുവെള്ളത്തിലൂടെ കടത്തിവിടുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ ഈ സംഭവത്തിലൂടെ ദുഷ്ടശക്തികളെ പ്രതിരോധിക്കുവാൻ ദൈവം ഏത് സാഹചര്യങ്ങളെയും ഉപാധികളായിട്ട് തിരഞ്ഞെടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അത്തരത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനമാകുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെയും ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ അടിമത്വത്തിലാക്കുന്ന പുതിയ ഘടനകളെ തിരിച്ചറിയുവാനും ദൈവ ആശ്രയത്തോടെ അവയെ പ്രതിരോധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.